നമ്മളിന്ന് ജെല്ലിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. കളർ ജെല്ലിയാണ്. അപ്പം നമ്മൾ 4 കളേഴ്സിലുള്ള ജെല്ലിയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ ഓരോ ഫ്ലേവറിലാണ് ചെയ്യുന്നത്, അല്ലാതെ കളർ വെറുതെ ആഡ് ചെയ്യല്ല. ഓരോ ഫ്ലവേഴ്സാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ജെല്ലി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ജെല്ലി ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൈന ഗ്രാസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ജെലാറ്റിൻ ഉണ്ടെങ്കിൽ ജെലാറ്റിൻ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ചൈന ഗ്രാസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇവിടെ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളം നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ സമയം തന്നെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ, അതിൻ്റെ ചൂട് പോകാൻ പാടില്ല. ഇനി നമുക്ക് ചൈന ഗ്രാസ് കൂടി നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ്ങിന് നമ്മൾ 4 ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ചൂടാറുന്നതിന് മുമ്പേ തന്നെ 4 പാത്രങ്ങളിലോട്ടൊന്ന് മാറ്റണം കേട്ടോ. അതായത് 4 ഈക്വൽ പാർട്ടാക്കിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. അപ്പോൾ പുഡിംഗ് മിക്സ് 4 ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ പിസ്തയുടെ എസൻസ് എടുത്തിട്ടുണ്ട്. ഇലാച്ചി മിക്സ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലെ പുഡിങ്ങിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 ഡ്രോപ്സ് ഒക്കെ മതിയാവും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് ബൗളിലോട്ട് ബ്ലൂബെറിയുടെ എമൽഷനാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മതി, ഒരു ഡ്രോപ്പ് ആയിട്ട് മതി അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നാൽ തന്നെ നല്ല കളർ കിട്ടും കേട്ടോ, നല്ല ഫ്ലേവറും കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അടുത്ത ബൗളിലോട്ട് പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല, അതുകൊണ്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ കളർ തന്നെയാവും ഈ ഒരു ബൗളിൽ കിട്ടുക. ഇനി നമ്മൾ നെക്സ്റ്റ് ബൗളിലോട്ട് ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. റെഡ് ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറിയുടെ എസൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ 4 ബൗൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 4 കളേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. 1 മണിക്കൂർ മതിയാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും. ജെലാറ്റിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുഡിങ്ങൊക്കെ ഇവിടെ കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ജെല്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര എളുപ്പത്തിലാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ജെല്ല് ഏത് എസൻസ് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇതന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏത് എസൻസ് ആണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി. ഏതിൻ്റെ വെള്ളത്തിൽ നമ്മൾ ജെല്ല് ഉണ്ടാക്കാറുണ്ടല്ലോ, അത് ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വാനില എസൻസ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുള്ളതാണല്ലോ, അത് വെച്ചിട്ടും ചെയ്യാം. ഇനി നമ്മളെ കയ്യിൽ ഫ്ലവേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പല കളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കളേഴ്സ് ആഡ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജെല്ലിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ജെല്ലി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക.
അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്